ഹലോ. അപ്പോൾ എല്ലാവർക്കും ഫുട്ബോൾ ബബിൾസിലോട്ട് സ്വാഗതം. ഈ ആഴ്ച നമ്മൾ ഗെയിം വീക്ക് 6 മാച്ചുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് എസ്പെഷ്യലി EPL പ്രധാനപ്പെട്ട സംഭവബഹുലമായിട്ടുള്ള ഒരുപാട് മാച്ചസുകൾ നമ്മൾ കണ്ടു. എസ്പെഷ്യലി ലിവർപൂൾ തോറ്റു ആദ്യമായിട്ട്, അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റി ഡോമിനൻ്റ് ആയിട്ട് ജയിച്ചു. പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആസ് യൂഷ്വൽ തോറ്റുപോയി, എക്സ്പെക്റ്റഡ് ആണ്, എന്നാലും കൂട്ടിയിട്ടും തോറ്റു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ചെൽസി പിന്നെയും തോറ്റു. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ ആഴ്ചയിൽ സംസാരിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ കൂടെ നിമേഷും ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ നിമേഷ്. അപ്പോൾ നിമേഷ്, കളി കണ്ടല്ലോ അല്ലേ? അപ്പോൾ ലിവർപൂളിനെ കുറിച്ചാണ് തുടങ്ങാം. വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ആഴ്ചയായിരുന്നു ലിവർപൂളിന് ഇത്തവണ. അപ്പോൾ ലിവർപൂൾ തോറ്റത് എങ്ങനെയാണെന്നാണ് നിമേഷിന്റെ ഒരു കാഴ്ചയിൽ? ഞാനത് ഒരു സർപ്രൈസ് എന്ന് പറയില്ല. അത് ഐ തിങ്ക് നമ്മൾ ശരിക്കും പറഞ്ഞത് റാൻ ഔട്ട് ഓഫ് ദെയർ ലക്ക്, അത്രേ ഉള്ളൂ. അവരെല്ലാ ഈവൻ ലാസ്റ്റ് സീസണും അവരിങ്ങനെ തന്നെയായിരുന്നു. ലൈക്ക് ഒരു 90th മിനിറ്റിൽ പോയിട്ട് അവരൊരു ഗോൾ അടിക്കും, 2-1, 3-2, അങ്ങനെയൊക്കെയാണ് അവർ. അല്ല, അവർ ഡോമിനന്റ് ആയിരുന്നു, ബട്ട് അവർക്ക് ഇങ്ങനെ കുറെ ചാൻസുകൾ കിട്ടി. ഇത് ഈവൻ അവരുടെ ഫസ്റ്റ് ഗെയിം ബോർമത്തിന്റെ കൂടെ ഇതേപോലെ തന്നെയാണല്ലോ ജയിച്ചത്. ലൈക്ക് 90th മിനിറ്റിൽ കിയേസ വന്നിട്ടാണ് ഫിനിഷ് ചെയ്തത്. അപ്പൊ ഞാനും വിചാരിച്ചത് അങ്ങനെ തന്നെയാണ്. ബിക്കോസ് കിയേസ വന്നു, ഒരു ഗോൾ അടിച്ചു, ഇറ്റ് വാസ് 1-1 ആൻഡ് ഐ ആം ലൈക്ക് ഓക്കെ, കഴിഞ്ഞു. ലൈക്ക് ലിവർപൂൾ ഡിഡ് വാട്ട് ലിവർപൂൾ ഡു, അവർക്ക് കിട്ടി, അവരൊക്കെ ഹാപ്പി ആയിട്ട് പോകുന്നത്. ബട്ട് ഇത് നമ്മൾ പറയില്ലേ, ഇടയ്ക്ക് ചിലപ്പോൾ തിരിച്ചു വന്ന് കിട്ടും, അതാണ് ഉണ്ടായത്. പക്ഷെ എനിക്ക് ലിവർപൂളിന്റെ ഡിഫൻസ് ഒരു കൺവിൻസിംഗ് ആയിട്ട് തോന്നുന്നില്ല ഈ ഒരു സീസണിൽ. അല്ല, നമ്മൾ ശരിക്കും നോക്കിയാൽ അവർ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ലൈക്ക് അവര് നമ്മൾ പറയാ അവരുടെ ഒരു ബെഡ് റോക്ക് എന്ന് പറയുന്നത് വാൻഡൈക്കാണ്. അത് ആള് ഹി വാസ് ഓൾവേസ് ദെയർ. ബട്ട് ഈ കളിയിൽ കൊണാട്ടയൊക്കെ കുറച്ചും കൂടി എക്സ്പോസ് ആയി. മറ്റേ നമ്മൾ ലൈക്ക് എന്റെ കണക്ക് പ്രകാരം ഇറ്റ് ഷുഡ് നോട്ട് ബി ജസ്റ്റ് 2-1. ക്രിസ്റ്റൽ പാലസ് ഇവിടെ അടിച്ചു, നമ്മുടെ വുഡ് വർക്കിന്റെ മുകളിൽ അടിച്ചു, ആലിസന്റെ 2 to 3 സേവ്സ് ഉണ്ടായി. അപ്പോൾ ഈവൻ ബിഫോർ ലിവർപൂൾ ഫസ്റ്റ് ഗോൾ അടിക്കണ മുമ്പേ. സോ ഇറ്റ് വാസ് ഓർ ഓർ ലെസ് ലൈക്ക് അവരൊരു എസ്കേപ്പായി തന്നെയാണ്. ബട്ട് ഗെയിമിന്റെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ടായാലും സ്ലോട്ട് ലാസ്റ്റിൽ പറഞ്ഞു ലൈക്ക് ഡിസേർവിംഗ് വിന്നേഴ്സ് ക്രിസ്റ്റൽ പാലസ് തന്നെ ആയിരുന്നു. ദേ വർ ദ ഫോഴ്സ്. അവര് നന്നായിട്ട് അറ്റാക്ക് ചെയ്യേണ്ടായിരുന്നു. ഒരു എന്താ പറയുക, ഒരു റെസ്റ്റ് പോലും ലിവർപൂളിന് കൊടുക്കുന്നില്ല. ഒന്ന് പിന്നെ ഭയങ്കരമായിട്ട് നല്ല അറ്റാക്കും നല്ല സ്പീഡും നല്ല കൗണ്ടർ അറ്റാക്കും എല്ലാം കൊണ്ടും നല്ല സോളിഡ് ആയിട്ടുള്ള ഗെയിമാണ് കളിച്ചത്. പിന്നെ അവരുടെ ആ ഒരു ക്രിസ്റ്റൽ പാലസിന്റെ ആ ഒരു എന്താ പറയാ, ഒരു ഫിസിക്കാലിറ്റി ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു സ്ട്രെങ്തിനനുസരിച്ചുള്ള ഒരു കളിയാണ് അവർ കളിച്ചത്, ആ പ്ലേയേഴ്സിന്റെ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എന്താ പറയുക, മാച്ചിന് ശേഷം സ്ലോട്ട് പറയുന്നുണ്ടായിരുന്നു സ്ട്രാറ്റജിയോട് കൂടെ തന്നെയാണ് കളിച്ചത്, പക്ഷെ ഒരു പ്ലെയർ വളരെ ഒഫൻസീവ് ആയത് കാരണം നമുക്ക് പണി കിട്ടി എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് ശ്രദ്ധിച്ചോ? ആ പ്ലെയർ ഫ്രിംപോങ് ആണോ? അതെ, ഫ്രിംപോങ് ആണ്. ബിക്കോസ് അല്ല, ഇവിടെ ഫ്രിംപോങ് ഉണ്ട്, ബട്ട് ഇതിനെ നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടി ബാക്കിലേക്ക് എടുക്കുക വെച്ചാൽ സ്ലോട്ടിന്റെ നമ്മളെപ്പോഴും പറയല്ലോ, പ്രശ്നം വരുമ്പോഴാണ് ഒരാളുടെ ആക്ച്വൽ ക്യാരക്ടർ നമ്മൾക്ക് പുറത്ത് വരിക. ലൈക്ക് എല്ലാതും നന്നായിട്ട് പോവാന്ന് വെച്ചാൽ നമ്മളെല്ലാവരും കെട്ടിപ്പിടിക്കും ഒക്കെ ചെയ്യും, പ്രശ്നം വരിക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലാസ്റ്റ് വീക്ക് യുഗ ടിക്കറ്റിന് ഇത് കിട്ടിയില്ലോ, റെഡ് കാർഡ് കിട്ടിയില്ലോ ചാമ്പ്യൻസ് ലീഗില്. ബിക്കോസ് അത് എന്തിനാ വെച്ചാൽ ആൾ ഒരു യെല്ലോ കാർഡിലായിരുന്നു, പിന്നെ ആൾ ഷർട്ട് ഊരി, അപ്പോൾ മാൻഡേറ്ററി യെല്ലോ കാർഡ് കിട്ടിയിട്ട് പോയി, വിച്ച് ഈസ് ഓക്കെ. ബട്ട് ഞാൻ എന്താ പറയുക വെച്ചാൽ യു വാണ്ട് ടു ഷൗട്ട് അറ്റ് യുവർ പ്ലേയേഴ്സ്, അത് ചെയ്യണം ആസ് എ കോച്ച്. ബട്ട് അത് നമ്മൾ പറയില്ലേ, നമ്മള് അടച്ചിരുന്ന റൂമിലാണ് അതൊക്കെ ചെയ്യുക. ആള് അങ്ങനെ അല്ല ചെയ്തത്. ആള് ഫ്രണ്ടിൽ പോയിട്ട് തന്നെ ലൈക്ക് അവന് ലൈക്ക് യു ഷുഡ് ഹാവ് തോട്ട് അബൌട്ട് ഇറ്റ്, അങ്ങനെ ചെയ്യാൻ പാടില്ല, ബുദ്ധിയില്ല, അങ്ങനെയൊക്കെ കുറെ ആള് പറഞ്ഞു. അപ്പൊ തന്നെ എനിക്ക് തോന്നി ഓക്കെ, ഇത് ശരിക്കല്ല. ലൈക്ക് അങ്ങനെ നമ്മള് അണ്ടർ ദ ഈവൻ മൊറീനിയോ കൂടി ഇങ്ങനെ ചെയ്യാറില്ല. നേരെ ബസ്സിനങ്ങ് ചെയ്യാൻ പാടില്ല. അത് പ്ലെയറിനെ മാത്രമല്ല മറ്റുള്ള പ്ലേയേഴ്സിനും കൂടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇതിപ്പോ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നാളെ എന്റെ പേരും പറയും എന്നുള്ള ആ ഒരു ഇതുണ്ട്. ഉള്ളില് പറയണം, പുറത്തിങ്ങനെ ഒരു പ്രസ് മീറ്റിംഗിലൊന്നും പറയാൻ പാടില്ല. അപ്പൊ അത് എന്തായാലും അത് ഇറ്റ്സ് നോട്ട് എ ഗുഡ് പോസിറ്റീവ് തിങ്. പ്ലേയേഴ്സിനകത്തും ഡ്രസ്സിംഗ് റൂമിനകത്തും എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യാന്നുള്ളത് ഇനി കണ്ടറിയാം എന്തായാലും. എന്തായാലും ആദ്യമായിട്ട് ലിവർപൂൾ തോറ്റു. അപ്പൊ ഇനിയിപ്പോ എനിക്ക് മറ്റൊരു ടീമുകൾ ഇതുപോലെ സ്ട്രാറ്റജികൾ എടുക്കുമോ എന്നറിയില്ല. ലെറ്റ്സ് സീ. നമുക്കിനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കളി നമ്മൾ ഈ ആഴ്ച ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കളിയായിരുന്നു. ആസ് യൂഷ്വൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തോറ്റു. എന്നാലും കൂടിയിട്ടും വല്ലാത്തൊരു തോൽവിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരുപാട് അതായത് ആദ്യം മുതലേ കളി തുടങ്ങുമ്പോൾ തന്നെ ഒരു ഈസി സ്റ്റാർട്ട് അവർക്ക് കൊടുത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വാണ്ടഡ് ടു സ്റ്റാർട്ട് ഫ്രം ബിഹൈൻഡ്, അങ്ങനെ ഒരു സിറ്റുവേഷനാണ് തോന്നിയത്. ചുമ്മാ ഗോളൊക്കെ കൊടുക്കുന്നേ എത്ര ഫ്രീ ആയിട്ട്. അപ്പോൾ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അല്ല, അത് എന്റെ എക്സ്പെക്ടേഷൻ അങ്ങനെയായിരുന്നു. ലൈക്ക് ഞാൻ ഇങ്ങനെ പറയാം, ആദ്യമായിട്ട് യുണൈറ്റഡ് വേറൊരു ടീമിന്റെ കൂടെ കളിക്കുമ്പോൾ അവരാണ് അണ്ടർ ഡോഗ്സ് ഫോർ മീ.
ലൈക്ക് ബിക്കോസ് ബ്രെൻഫോർഡ് നന്നായി കളിക്കും അവിടെ പോയിട്ട് ആൻഡ് അവരുടെ സ്ഥലത്ത് പോയി കളിക്കുക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി ബിക്കോസ് യെസ് അവർ കുറച്ച് അവരുടെ മാനേജർ പോയി പിന്നെ ഈവൻ ഇൻക്ലൂഡിങ് നമ്മൾ അവരുടെ മെയിൻ ആയിട്ടുള്ള ആൾക്കാരൊക്കെ പോയി അതൊക്കെ ശരി തന്നെയാണ് ബട്ട് സ്റ്റിൽ ദേ ആർ എ ടീം ബിക്കോസ് ഇവിടെ ഞാൻ ആക്ച്വലി വിചാരിച്ച എംബൂമൊക്കെ കുറച്ചൊക്കെ കാണിക്കും ബിക്കോസ് ആള് ആണല്ലോ ബ്രെൻഫോർഡിനുള്ള കളിച്ചിരുന്നേ ആളും അത്ര വലിയ ഇതായിട്ടൊന്നും അത്ര വലിയ ഷൈനൊന്നും ചെയ്തില്ല ആസ് യു സെഡ് ഫസ്റ്റ് തന്നെ ഗിഫ്റ്റ് പോലെയല്ല എനിക്ക് എന്താ തോന്നിയത് വെച്ചാൽ ഇവര് ഗോളിന്റെ മുകളിലേക്ക് അടിച്ചാൽ അപ്പം അത് ഉള്ളിലേക്ക് പോവാണ് അത് സെന്ററിലായിക്കോട്ടെ സൈഡിലായിക്കോട്ടെ ലൈക്ക് അങ്ങനെയായിരുന്നു ആ ലാസ്റ്റ് ഗോളൊക്കെ ശരിക്കും ഫസ്റ്റ് ഞാൻ വിചാരിച്ചു അത് ഡിഫ്ലക്റ്റഡ് ആണ് അതൊന്നും അല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഗോൾ കീപ്പർ നന്നായിരുന്നു ലൈക്ക് ആള് ഈ സേവ്ഡ് ഫ്യൂ ഹിയർ ആൻഡ് ദേർ ബട്ട് പിന്നെയും ഇറ്റ് ഗോസ് ബാക്ക് ടു മറ്റേ എന്താ പറയുക ഗോസ് ബാക്ക് ടു ദ ഡിഫൻസ് നമ്മളുടെ ഹാരി മെഗ്വയർ ബാലെ കളിക്കുന്ന പോലെയാണ് നിന്നായിരുന്നത് ഹാരി മഗ്വയർ ഒരു അഗൈൻ മറ്റുള്ള പ്ലെയേഴ്സിനെ മാതിരിയല്ല ഹാരി മഗ്വയർ ഒരു പ്രത്യേക തരം പ്ലെയറാണ് അതായത് അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ മുന്നേ മറ്റേ കളി ജയിച്ച കളി നന്നായിട്ടാണ് കളിച്ചത് ഹാരി മഗ്വയർ ഓക്കെ മാൻ യുണൈറ്റഡ് കഴിഞ്ഞ ആഴ്ച ജയിച്ചത് അതിനുശേഷം ഈ കളി ഇതേ പിന്നെയും പഴയ പോലെ പഴയ മെഗ്വയർ ആയി എല്ലാ മിസ്റ്റേക്ക് ഈസി ആയിട്ട് കൊടുക്കുന്ന ഒരു മെഗ്വയർ യെസ് അങ്ങനെയല്ല ഞാൻ ഇങ്ങനെ പറയാം ഇപ്പൊ നമ്മൾ ഈ പഴയ ലാസ്റ്റ് കളി വെച്ച് നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ അവിടെ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നത് ചെൽസി വേഗം നല്ല 5th മിനിറ്റിൽ തന്നെയല്ലേ മറ്റേ റെഡ് കാർഡ് കിട്ടിയത് അതെ ഗോൾ കീപ്പറിന് റെഡ് കാർഡ് കിട്ടി അപ്പൊ അവിടെ തന്നെ അത് മാറി പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ്ടാച്ചാൽ അവർ എന്താ പറയുക മെറസ്കട ഞാൻ പറഞ്ഞില്ലേ ഈസ് ലൈക്ക് നെഗറ്റീവ് മാനേജറാണോ എന്താണെന്ന് പറയാൻ പറ്റില്ല ബട്ട് ആള് ഭയങ്കര ഈസി ആയിട്ട് പേടിക്കും അപ്പൊ എന്താണ്ടായ കുറെ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ നടത്തി ഇപ്പോൾ ഉള്ള ഒരു ഡിഫറൻസ് ആണ് എനിക്ക് തോന്നുന്നത് ആ കളിയിൽ യുണൈറ്റഡിനെ ഹെൽപ്പ് ചെയ്ത് ബട്ട് അതാ ഞാൻ പറഞ്ഞത് അതൊരു ഫോൾസ് ഡോൺ എന്നൊക്കെ നമുക്ക് പറയുമ്പോൾ പറയാം ബിക്കോസ് ഇത് ഇപ്പൊ റിയാലിറ്റി ലൈക്ക് ഇപ്പൊ 11 വേഴ്സസ് 11 വരുമ്പോൾ ആൻഡ് അത് മാത്രമല്ല ഒരു പർപ്പസ് ഡ്രിവൺ ടീം എന്ന് പറയാലോ ദാറ്റ് ഈസ് ബ്രെൻഫോർഡ് എന്ന് പറയുമ്പോൾ ഓരോരോ ആൾക്കാർക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള റോള് ഡിഫൈൻഡ് ആണ് ഓരോരോ ആൾ എന്ത് ചെയ്യണം എന്നുണ്ട് യുണൈറ്റഡിൽ ഇപ്പോഴും അറിയില്ല ഫെർണാണ്ടസ് പിന്നിൽ കളിക്കുകയോ മുമ്പിൽ കളിക്കുകയോ ഓർ സെസ്കോ എന്ത് ചെയ്യുന്നു സെസ്കോ ഒക്കെ എനിക്ക് ശരിക്കും ഒരു ജോക്കായിട്ടാണ് തോന്നിയത് ലൈക്ക് ആള് ഇത്ര വലിയ ഇതൊക്കെ വന്നിട്ട് ആൾക്ക് ഗോൾ കീപ്പറിനെ 3rd അറ്റംപ്റ്റിലാണ് ബീറ്റ് ചെയ്യാൻ പറ്റണേ എന്താ ലൈക്ക് വേറെ ഫിനിഷർ അത് അതിനാണ് അവിടെ കൊണ്ടുവന്ന് പറഞ്ഞത് ആൾ ഹെഡ് ചെയ്യണോ കാലുകൊണ്ട് അടിക്കണോ അത് കഴിഞ്ഞിട്ട് പിന്നെ സൈഡ് കൂടെ ഒക്കെ അടിക്കണോ ലൈക്ക് ഇത് ലൈക്ക് 1-on-1 കൂടി അല്ല ലൈക്ക് ക്ലിയർ നേരെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോൾ കീപ്പറിന്റെ മുകളിൽ അല്ല സെസ്കോ പിന്നെ എന്റെ അഭിപ്രായത്തിൽ പിന്നെ ആ ഒരു ടീമിൽ ഒന്ന് ട്രൈ ചെയ്യുന്ന മനുഷ്യന് സെസ്കോ ഉള്ളൂ കളി സംഭവം ഗോളായില്ലെങ്കിലും ഫെയിൽ ആവുകയാണെങ്കിലും അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്യുന്നുള്ളൊരു ഫീലെങ്കിലും എനിക്ക് കാണുന്നുണ്ട് മറ്റുള്ള പ്ലേയേഴ്സൊക്കെ ഇപ്പോൾ കുഞ്ഞാണെങ്കിലും ഉപമൊക്കെ ആണെങ്കിലും എന്താണ് ചെയ്യുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല പിന്നെ ഫെർണാണ്ടസ് ആസ് യൂഷ്വൽ വരുന്നു 4 ആളെ ചീത്ത പറയുന്നു അങ്ങ് പോകുന്നു അല്ല അതിന്റെ കറക്റ്റ് എക്സാമ്പിൾ ഞാൻ പറയാം ലൈക്ക് ഫെർണാണ്ടസ് തന്നെ 1-1 അല്ല 1-1 അല്ല ആ സ്റ്റാർട്ടിങ്ങില് അവര് അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ആൾക്ക് ബോൾ കിട്ടി ആള് മെയിനൂന് കൊടുത്തു അതിന്റെ ആൾ അവിടെ ഹാഫ് ലൈനിൽ നിൽക്കുക യു ആർ ദ ക്രിയേറ്റീവ് ഡ്രൈവ് ലൈക്ക് മുമ്പിലേക്ക് പോവുക ലൈക്ക് കുട്ടിയുടെ അടുത്താണ് പറയണത് പോയിട്ട് എന്താ പറയുക ക്രിയേറ്റിവിറ്റി ഡ്രൈവ് ചെയ്യാൻ അതെങ്ങനെ അതിന്റെ ഇവിടെ ആസ് യു സെഡ് ഇവിടെ ഇരുന്നിട്ട് പിന്നെ നീ അത് ചെയ്തില്ല ഞാൻ ഇത് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല സോ ഇറ്റ് വാസ് എക്സ്പെക്റ്റഡ് ഫെർണാണ്ടസ് എപ്പോഴും ഷോ ഓഫ് ആണ് മറ്റുള്ളവരെ കുറ്റം മാത്രം കാണുള്ളൂ സ്വന്തം ചെയ്യുന്ന മിസ്റ്റേക്കുകളൊന്നും ഒരിക്കലും ആള് കാണില്ല പിന്നെ അത് മാത്രമല്ല അങ്ങനെ ഗ്രൗണ്ടിൽ വിട്ടിട്ട് തന്നെ ആളുകളെ എന്താ പറയാ പോയിന്റ് ചെയ്യുക മിസ്റ്റേക്സുകൾ പോയിന്റ് ചെയ്യുക ഇറ്റ്സ് നോട്ട് എ ഗുഡ് ക്യാപ്റ്റൻസി ഇറ്റ്സ് നോട്ട് എ ക്യാപ്റ്റൻസി മെറ്റീരിയൽ എന്തായാലും എക്സ്പെക്റ്റഡ് ആയിരുന്നു മാഞ്ചസ്റ്റർ തോക്കുന്നുള്ളത് അപ്പൊ അതുപോലെ തന്നെ സംഭവിച്ചു പക്ഷേ ഇങ്ങനത്തെ ഈസി മിസ്റ്റേക്കുകളാവുന്ന പിന്നെ ഞാൻ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് ഹാരി മഗ്വയർ ഞാൻ വിചാരിച്ചു ഇത്തവണയെങ്കിലും ഈ സീസണെങ്കിലും ആളൊരു റിവൈവൽ ആവുന്ന വിചാരിച്ചു കാരണം ആ ഒരു ചെൽസി മാച്ച് കണ്ടപ്പോൾ ഓക്കെ ആ ഒരു 3 ഡിഫൻഡർ ആ ഒരു ഇതില് ആൾക്ക് തിളങ്ങാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അറ്റ്ലീസ്റ്റ് ഈ ഒരു സീസണിലെങ്കിലും ഒരു ഫോം വരും എന്നുള്ളത് പണ്ട് ഇവർക്ക് കളിക്കുമ്പോൾ ടീമിന്റെ പേരെന്തായിരുന്നു ലെസ്റ്റർ സിറ്റിക്ക് വേണ്ടി കളിക്കുമ്പോഴുള്ള കളിയൊന്നും അല്ല ഇപ്പം കളിക്കുന്നത് അല്ല ബട്ട് അന്നത്തെ കോച്ച് വേറെയാണേ എൻട്രി ആയിരുന്നു അവൻ ചിലപ്പോ ഒരു അടി അങ്ങോട്ട് തരും ഇയാളെന്ത് ഒരു യൂസും ഇല്ല പറഞ്ഞ പോലെ സ്വന്തം ടീം ഫ്രീ എന്താ പറയാ പെനൽറ്റി എടുക്കുമ്പോ താഴേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്ന ആളാണ് പിന്നെ എന്താ മനസ്സ് പറയാ നാളത്തോടെ ആളെ സാക്ക് ചെയ്യുമായിരിക്കും അല്ലേ ഇല്ലില്ല നാളത്തോളം ഉണ്ടാവില്ല ഇത് നമ്മള് ഡ്രാമ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ലാസ്റ്റ് വീക്ക് ഡിസ്കസ് ചെയ്ത പോലെ ഇനി അടുത്ത കളി സണ്ടർലാൻഡിന്റെ കൂടെയാണ്
അറ്റ് ഓൾഡ് ട്രാഫേർഡ്. അവിടെ അവര് അന്ന് മറ്റേ എന്താ ബേൺലി ആരുടെ കൂടെയൊക്കെ 3-2 ജയിച്ചപ്പോൾ ഇവിടെ എങ്ങനെയെങ്കിലൊക്കെ ചെയ്തിട്ട് അവർ ജയിക്കും. അതിന്റെ പിന്നെ എല്ലാവരും കടന്ന് ചാടാൻ തുടങ്ങും. ഓക്കെ ബാക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈസ് ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ചാടാൻ തുടങ്ങും. അത് കഴിഞ്ഞ ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞ നേരെ ലിവർപൂളാണ്. അപ്പൊ മനസ്സിലാവും, അപ്പൊ നമ്മൾക്ക് ആക്ച്വൽ കളി എന്താണ്. അതുവരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എന്തായാലും കാത്തിരുന്ന് കാണാം. അടുത്ത പ്രധാന കളിയായിരുന്നു ചെൽസിയുടെ കളി. ചെൽസിക്ക് 2 കാർഡെല്ലാം കിട്ടി ആസ് യൂഷ്വൽ. സോറി, രണ്ടാമത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മാച്ചിലാണ് കാർഡ് കിട്ടുന്നത്. ചെൽസി പിന്നെയും തോറ്റു. ചെൽസി ഇനീഷ്യലൊക്കെ നന്നായിട്ട് തുടങ്ങി, അതായത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ലൊരു സ്ട്രോങ് ടീമായിട്ടൊക്കെ കളിച്ചു, ജയിച്ചു. ഓക്കെ, നല്ലൊരു സ്ട്രോങ് ടീമായ പോലെയാണ് കളിക്കുന്നത്, നല്ല സ്റ്റെബിലിറ്റി ഉള്ള ടീമായിട്ട്. പക്ഷെ ഇപ്പോൾ ഓരോ വീക്ക് കഴിയുമ്പോൾ ആ സ്റ്റെബിലിറ്റി കുറയുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് ഇതുപോലത്തെ ഓരോ റെഡ് കാർഡ്സും കൂടെ കിട്ടുമ്പോൾ ടീം മൊത്തമായിട്ട് മാറുന്നു. പിന്നെ എസ്പെഷ്യലി കോച്ചിൻ്റെ ഓരോ വികൃതികൾ, അതെ കോച്ചിൻ്റെ ഒരു തരം പേടി, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു വെപ്രാളാണ് കോച്ചിനും തോന്നുന്നത്. എന്തെങ്കിലും ഒരു കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരു ടീമിനെ ഡൈനാമിക്സ് മാറ്റിക്കളയുന്ന രീതിയിലുള്ളത്, മൊത്തം സ്ട്രാറ്റജി പോലും മാറ്റുന്നതാണെന്ന് തോന്നുന്നു എനിക്ക്. എന്താ പറയാനുള്ളത്? അല്ല അത് തന്നെ, അത് ആളല്ലേ എനിക്ക് തോന്നുന്നത്. എന്താ ചെൽസിയുടെ ഇപ്പോഴത്തെ എൻവയറമെന്റ് വെച്ചാൽ കുട്ടികളാണ്. ബിക്കോസ് അങ്ങനെയാണ് അവർ അസംബിൾ ചെയ്ത് ഇറങ്ങിയിട്ടുള്ളത്. എനിക്കങ്ങനെ എക്സ്പീരിയൻസ്ഡ് എന്നൊക്കെ പറയണത് അവരുടെ കീപ്പറും പിന്നെ കൈസൈഡും ഫെർണാണ്ടസ് ഒക്കെയാണ്. എൻസോ ഫെർണാണ്ടസ് ഒക്കെയാണ് അവരുടെ മോസ്റ്റ് എക്സ്പീരിയൻസ് പറയാം. റീസ് ജെയിംസ് ഉണ്ട്, ബട്ട് ആളെ എക്സ്പീരിയൻസ് വെച്ചാൽ നമ്പർ ഓഫ് ഇയേഴ്സിൽ എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ളൂ. കളിച്ചിട്ട് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. ബിക്കോസ് ആള് ഒരു മാസം കളിക്കും. അതെ, അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇവരൊക്കെ തന്നെ ഉള്ളൂ. അപ്പൊ ഞാൻ എന്താ പറയുന്നത്, എനിക്ക് തോന്നുന്ന വെച്ചാൽ ആ ഒരു മെന്റാലിറ്റി, ലൈക്ക് മെന്റൽ ബ്ലോക്ക് ഓർ മെന്റാലിറ്റി ഉണ്ടല്ലോ. ഓക്കെ, നമ്മൾ ഒരാൾ താഴെയാണ്, വി കൻ സ്റ്റിൽ വിൻ ഇറ്റ്. ആ ഒരു ഡ്രൈവ് അവർക്കില്ല. അപ്പോഴേക്ക് അത് എനിക്കതിന് അത് കോച്ചിനും ഉണ്ട്. അപ്പം അത് പ്ലേയിങ് ആൾക്കാർക്കും കൂടി ടീം ഗ്രൗണ്ടിലും അത് പാസ് ഡൗൺ ആവാണ്. കോച്ച് ഇങ്ങനെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക, ലൈക്ക് ആ ഒരു ലൈക്ക് ഒരു ആറ്റിറ്റ്യൂഡ്. ഐ മീൻ അതും എസ്പെഷ്യലി ഇഫ് യു ആർ ലൈക്ക് യങ്സ്റ്റേഴ്സ് ആണ് കളിക്കണമെന്ന് വെച്ചാൽ അത് കുറച്ചും കൂടി ഡ്രൈവ് ചെയ്യണമല്ലോ, ലൈക്ക് ആസ് എൻ എക്സാമ്പിൾ ഓർ ആസ് എ ലീഡർ. അപ്പോൾ അത് കാണിക്കണം, അത് കാണിക്കണില്ല. അപ്പൊ അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. അതുപോലെ പ്ലേയിങ് 11 തന്നെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്യാപ്റ്റൻ ഇല്ല. അതായത് ഒരു ലീഡർ, ക്യാപ്റ്റൻ എന്നല്ല, ക്യാപ്റ്റൻ ഉണ്ട്, ഒരു ലീഡർ ആയിട്ട്. അതായത് എല്ലാവരും ഓക്കെ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിൽ വരുമ്പോൾ എങ്ങനെയാണ് ആ ഒരു ഫീൽഡിനെ കൺട്രോൾ ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പോൾ കോച്ചിന് ഇപ്പോൾ എല്ലാ മൈതാനത്തെല്ലാം നിർത്താൻ പറ്റില്ല. ആ ഒരു ലൈനിൽ കളിക്കുന്ന 2-3 ആൾക്കാർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കാം. അതുപോലത്തെ അട്ടയച്ചിട്ട് കുറെ പറഞ്ഞിട്ടൊക്കെ ഒരാൾക്ക് വേണമെങ്കിൽ മെസ്സേജ് അയക്കാം. ലീഡറായിട്ടുള്ളൊരു പ്ലെയർ ആയിട്ട് മര്യാദക്ക് ആ ഒരു ടീമിൽ സത്യം പറഞ്ഞില്ല. ജോയും കൈസൈഡോയും ആ ഒരു ലീഡർഷിപ്പ് എടുക്കുന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അതും കാണുന്നില്ല അങ്ങനെ. അല്ല, അവരിന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ദേ ആർ സ്റ്റിൽ യങ്. ലൈക്ക് അവരിപ്പോഴും യങ് ആണ്. അപ്പോൾ അത് അവിടെ കുറച്ച് സമയം എടുക്കായിരിക്കും. അവർ വരും. ചെൽസി അതുവരെ താങ്ങുമില്ലേ എന്നാണ്. ബിക്കോസ് ഇവർ ഇത്രയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് PSR-ലൊക്കെ ശരി തന്നെയാണ് അവർ, ബട്ട് സ്റ്റിൽ നമ്മൾ അതും നോക്കണല്ലോ. ലൈക്ക് ഇപ്പോൾ ആസ് എ ടീം നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ മൂവിങ് ഫോർവേഡ് മേ ബി ഇവരൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് വരുമ്പോഴേക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ബട്ട് അതിൻ്റെ ഇടയിൽ ചെൽസിയുടെ കളി കാണിച്ചാൽ ഓക്കെ, ആരെങ്കിലും വന്നു ചോദിച്ചു അപ്പം അങ്ങോട്ട് വിറ്റു, അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ദേ ഹാവ് ടു ലൈക്ക് കീപ് ദാറ്റ് ബേസ് ആൻഡ് ബിൽഡ് ഓൺ ഇറ്റ്. അപ്പോഴേ പറ്റും. എന്തായാലും ചെൽസി മുന്നേറുമോ എന്നുള്ളത് കണ്ടന്റ് അറിയണം. അവര് ടോപ്പ് 4 ഇല്ല വെച്ചാൽ ഇറ്റ്സ് എ ഫെയിലിയർ ഫോർ ദം. ലൈക്ക് അവർ എത്ര ഇട്ടുവോ ഐ വിൽ കൺസിഡർ ഇറ്റ് ആസ് എ ഫെയിലിയർ. അവർ ക്ലബ് വേൾഡ് കപ്പ് ജയിച്ചു, അത് ജയിച്ചു, ഇത് ജയിച്ചു ഒക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ ദേ ഹാവ് ടു മെയിൻ ആയിട്ടുള്ളത് അവര് കാണിക്കണം. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ഒരു മാച്ച് ഉണ്ടായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റിക്കായിരുന്നു. സിറ്റി നല്ല രീതിയിലാണ് ജയിച്ചത്. പ്രൊമോട്ടഡ് ആയിട്ടുള്ള ടീമായിട്ടുള്ള ബേൺലിയുമായിട്ട് കളിച്ചു. 5-1 കളി ജയിച്ചത്. അവസാനം 2 ഗോള് ഹാലൻഡ് അടിച്ചു. അതുപോലെ തന്നെ പിന്നെ ടീം ഇനീഷ്യലി ഒന്ന് വിറച്ചിട്ടാണ് തുടങ്ങിയത്. എന്നാലും കൂടിയിട്ടും ടീം അവസാനം അവരുടെ ആ ഒരു ഇൻഡിവിജ്വൽ പ്ലേയേഴ്സിന്റെ ചില സ്ട്രെങ്ത് ഉണ്ടല്ലോ, അത് അന്ന് കാണാൻ തുടങ്ങി. എസ്പെഷ്യലി ഹാലൻഡ് ഒന്ന് സ്ട്രെങ്ത് കാണിച്ചു. ഹാലൻഡ് കുറച്ച് ഡീപ്പിലൊക്കെ ഇറങ്ങിയിട്ട് കളി ക്രിയേറ്റിവിറ്റി കൊടുത്തു, പാസ് കൊടുത്തു. പ്രധാനപ്പെട്ട പ്ലെയർ എനിക്ക് തോന്നിയത് ഡോക്കു ആണ് കത്തിക്കയറിയത്. ഇപ്പൊ ഡോക്കു കളി കളിച്ചോ, ആ കളിയൊക്കെ മാഞ്ചസ്റ്റർ ജയിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു സീസണിൽ. ഇതിന് മുന്നത്തെ ഒരു കളി, അതുപോലെ തന്നെ ഈ ഒരു കളി ഡോക്ക് പിന്നെ കട്ട് ചെയ്തും ട്രിബിൾ ചെയ്തും അങ്ങോട്ട് ബോക്സിലോട്ട് കയറുന്നതോട് കൂടിയിട്ട് അവിടെ ഒന്നെങ്കിൽ പെനാൽറ്റി കിട്ടും, അല്ലെങ്കിൽ ഗോളാവും. ആ ഒരു രീതിയിലുള്ളതാണ് ഡോക്കു ഡൗൺ ആയി കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ സിറ്റിയും ഡൗൺ ആയി എന്നുള്ളൊരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് ഇപ്പം. അപ്പോൾ എന്താണ് സിറ്റിയുടെ വിൻ ആസ് എക്സ്പെക്റ്റഡ് ആണല്ലോ അല്ലേ? അതെ, ബിക്കോസ് അത് എക്സ്പെക്റ്റഡ് തന്നെയായിരുന്നു. ഒന്ന് ബേൺലിയാണ് ന്യൂലി പ്രൊമോട്ടഡ്, അവർക്ക് അത്ര വലിയ ടീമൊന്നും ഇല്ല. ഈവൻ എനിക്ക് ഓർമ്മയുണ്ട് അവർക്ക് ആ ലിവർപൂളിന്റെ കൂടെ കളിക്കുമ്പോൾ തന്നെ ഇറ്റ് വാസ് മോർ ഓർ ലെസ് ലൈക്ക് അവർ ഡിഫൻസിൽ ഇങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ, വേറെ ഒന്നുമില്ല.
വേറെ അവർക്കൊന്നും ഓഫർ ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ഇതൊരു എക്സ്പെക്റ്റഡ് ആയിരുന്നു. പിന്നെ ആസ് യു സെഡ് മറ്റേ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് മീൻസ് ക്വാളിറ്റി ഉണ്ടല്ലോ. പിന്നെ എനിക്ക് തോന്നുന്ന ഒരു ചെറിയൊരു ഷിഫ്റ്റ് എവിടെ വന്നതെന്ന് വെച്ചാൽ അവരുടെ ഉള്ളിൽ കോൺഫിഡൻസ് കാണാനുണ്ട് എല്ലാവരും. ലൈക്ക് മുമ്പ് ഹാളൻഡ് വിൽ ഓൾവേസ് ബി എന്താ പറയുക, ഈസ് എ കോൺഫിഡൻസ് ലൈക്ക് അടുത്തൊരു സ്ലാട്ടൻ തന്നെ ഞാൻ പറയാം, അങ്ങനത്തെ ഒരു ആളാണ്. ബട്ട് ഇൻ ആൻഡ് അറൗണ്ട് ആൾക്കാരും കൂടിയും നല്ല ഒരു കോൺഫിഡൻസിൽ തിരിച്ചു വന്നിരുന്നു. എസ്പെഷ്യലി ലാസ്റ്റ് കുറച്ച് ഗെയിംസ്. പിന്നെ എനിക്ക് തോന്നുന്നു ആർസണലിന്റെ കൂടെയും അവർ ഡ്രോ എടുത്തല്ലോ. അപ്പം അവർക്ക് അത് ഉള്ളിൽ ഇതുണ്ട്, ഓക്കെ വി ക്യാൻ സ്റ്റിൽ ഡു ഇറ്റ്. മേ ബി അവർ ലീഗ് ഒന്നും അടിക്കില്ല, മേ ബി അതിനും അത് ഇറ്റ്സ് ടു ഏർലി. ബട്ട് അവർ എനിക്ക് അങ്ങനെ ഷുവർലി ടോപ്പ് 4 ഫോർ ഷുവർ. ഐ മീൻ അവർക്ക് ഇങ്ങനത്തെ എവിടെയെങ്കിലും ഹിക്കപ്പ് ഉണ്ടായിരിക്കും പെട്ടെന്ന് അവിടെ കൂടിയൊക്കെ, ബട്ട് ദേ വിൽ ഐ തിങ്ക് ദേ വിൽ ബി ഫൈൻ. ലീഗിന്റെ ടോപ്പ് ടീംസ് എന്നൊക്കെ പറയുമ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി ആ ടോപ്പ് 4 എത്താൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു ടീമാണ് ആർസണൽ. അപ്പോൾ ആർസണലിന്റെ കളി കഴിഞ്ഞു കുറച്ചു മുന്നേ. അപ്പോൾ ആർസണൽ അവസാനം എങ്ങനെയോ കഷ്ടപ്പെട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എന്റെ അഭിപ്രായത്തില് കഷ്ടപ്പെട്ടൊന്നും ഞാൻ പറയില്ല. അത് ഞാൻ പറയാം ആസ് എ ഫാൻ, ഒരു ചാമ്പ്യൻ എന്ന് പറഞ്ഞാൽ 2 ക്വാളിറ്റിയാണ് ഒരു ചാമ്പ്യൻ ഉണ്ടാവേണ്ടത്. ഓക്കെ, ഒന്നെന്ന് പറഞ്ഞാൽ അവന്റെ സ്ട്രെങ്ത്തിന് കളിക്കുക, ഓക്കെ, കോൺഫിഡൻസ് കൊണ്ട് കളിക്കുക എന്നുള്ള ആ ഒരു സ്ട്രെങ്ത്തിന്റെ കളി. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ വർക്കിംഗ് ഹാർഡ് വിത്ത് കൺസിസ്റ്റൻസി സോ ദാറ്റ് ലക്ക് വിൽ സപ്പോർട്ട് യു. സോ ഇറ്റ്സ് നോട്ട് ദാറ്റ് എവറി ഗെയിം വിൽ ബി ഈസി ഫോർ ചാമ്പ്യൻസ്. ഓരോ ചില കളികൾ ഉണ്ടാവും വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കളികൾ. ആ ഡിഫിക്കൽട്ട് കളിയിലും നമ്മൾ എങ്ങനെയാണ് ആ കളിയെ കണ്ട് അപ്രോച്ച് ചെയ്യുന്നത്, എത്ര പോസിറ്റിവിറ്റിയോട് കൂടിയാണ് നമ്മൾ ആ കളി ഹാൻഡിൽ ചെയ്യുന്നത്, അതുപോലെ തന്നെ ആ കളി എങ്ങനെ നമ്മൾ ക്ലിങ് ചെയ്ത് നിൽക്കാം, മാക്സിമം തോൽവി ഒഴിവാക്കാം എന്നുള്ളതാണ് ഒരു യഥാർത്ഥ ചാമ്പ്യന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂല് ഐ ഹാറ്റ്സ് ഓഫ് ടു ആർസണൽ. ബിക്കോസ് അവർ ഈ കളി കഷ്ടപ്പെട്ടു, എങ്ങനെയോ ഗോൾ അടിച്ചു, സമനിലയാക്കി, അവസാന മിനിറ്റിൽ അത് ആ കളിയെ അവർ ആ ഒരു ലാസ്റ്റ് മിനിറ്റ് ആ പുഷ് കാരണം ആ ഒരു കളി മൊത്തം 3 പോയിന്റ് നേടിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ കളികൾ, ഹാർഡായിട്ടുള്ള കളികൾ ഇനിയും വരും. അപ്പോൾ അതിലൊക്കെ പോയിന്റ് നഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാന യഥാർത്ഥ ചാമ്പ്യന്റെ ആ ഒരു ട്രേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇത്തവണ ആർസണൽ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ കാണിച്ചു. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സപ്പോസ് ടു ബി ലൂസിങ് ഗെയിംസ്, ആ ഗെയിംസൊക്കെ എങ്ങനെ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആർസണലിന് നല്ല ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് നിമേഷിന്, ഹാപ്പിയാണോ കളിയിൽ? അതെ, ഞാൻ ശരിക്കും പറയാ ഫസ്റ്റ് തിങ് ഫസ്റ്റ്, ന്യൂ കാസലിൽ ഇത് ലാസ്റ്റ് എനിക്ക് തന്നെ ആർട്ടേറ്റ സിറ്റി ലൈക്ക് എത്തിഹാദിൽ വിട്ടിട്ട് പിന്നെ അവര് ഏറ്റവും കൂടുതൽ ലൂസ് ചെയ്തിട്ടുള്ളത് ഡ്രോ മാത്രമല്ല, ലൂസ് ചെയ്ത ഗ്രൗണ്ടാണ് ന്യൂ കാസലിന്റെ സെന്റ് ജെയിംസ് പാർക്ക് ഗ്രൗണ്ട്. അവർ ഇതുവരെയായിട്ട് അവിടെ ജയിച്ചിട്ടില്ല, എപ്പോഴും തോൽക്കും. ഐ മീൻ മേ ബി ബിക്കോസ് ഓഫ് എനിത്തിങ്, ചിലപ്പോൾ കോൺട്രവേഴ്ഷ്യൽ ഡിസിഷൻസ് ഉണ്ടാവും, വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ബട്ട് എനിവേ ബിക്കോസ് ഇറ്റ്സ് നോട്ട് എൻ ഈസി പ്ലേസ്. ബിക്കോസ് ആൾക്കാർ കണ്ടില്ലേ ഒക്കെ 6 അടിയുടെ മുകളിൽ പൊക്കണം, അവരെയൊക്കെ ഫുൾ ടോൾ ലൈക്ക് 6, 10, 6, 5 ആ ഒരു ടോൾ ടീമും കൂടിയാണ്. അപ്പോൾ അവരുടെ കൂടെ കളിക്കാനും അത്ര ഈസി അല്ല, അവർ ഭയങ്കര ഫിസിക്കലുമാണ്. അപ്പോൾ ഇതെപ്പോഴും അവിടെ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവിടെ ഫസ്റ്റ് ആ ഒരു പെനൽറ്റി അവര് ഓവർടേൺ ചെയ്ത് അതെനിക്ക് ഒരു ഇതായിട്ട് തോന്നി. ക്ലിയർ പെനാൽറ്റി തന്നെയാണ് എന്റെ പോയിന്റ് ഓഫ് വ്യൂല്. കാരണം അല്ല, കൊടുത്തത് മാത്രല്ല, എന്റെ കണക്ക് എന്താ വെച്ചാൽ ആ ബോൾ അവന്റെ കൺട്രോളിലുണ്ട്, ഗോയ്ക്രാസിന്റെ കൺട്രോളിലാണ്. അവൻ ബോൾ അങ്ങോട്ട് മാറ്റി, അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു തട്ടുമ്പോഴും ഞാൻ വേറെ കുറെ കളിയിൽ കണ്ടിട്ട് വെറുതെ തട്ടിച്ചാലും പെനൽറ്റി കൊടുക്കും. ഇവിടെ അത് മാത്രമല്ല, ആ ഒരു ഇന്നത്തെ കളിയിൽ ഒരുപാട് ഇതുപോലെ ഫൗളുകളിലൊന്നും ഫൗള് കൊടുക്കുകയോ അല്ലെങ്കിൽ കാർഡ് കൊടുക്കുകയോ ചെയ്തിട്ടില്ല. അത് മിക്സഡ് തിങ്. ബിക്കോസ് ആർസണലിന് അവർക്ക് അറിയാം ദേ ആർ ഷോർട്ട് കമ്പയർഡ് ടു ന്യൂ കാസൽ പ്ലേയേഴ്സിനെക്കാട്ടിലും കുറച്ച് ഷോർട്ടാണ് അവർ, കുറച്ച് ഫിസിക്കലായിട്ട് കളിക്കും എന്നറിയാം. അപ്പോൾ ആർസണലിന്റെ ടീം കുറച്ചുകൂടി ഈസി ആയിട്ട് വീഴുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് എന്താണ് അവിടെ വെറുതെ ഒന്ന് തട്ടുമ്പോഴേക്ക് ഇത് അവിടെ വീണു, ഒന്ന് ചെറിയൊരു ഉന്തുമ്പോഴേക്ക് അവിടെ വീണു. അപ്പൊ അതൊക്കെ ഉണ്ടാവുമ്പോ ലൈക്ക് നമ്മുടെ റെഫറീന്റെ മൈൻഡിൽ ഡൗട്ട് വരുമല്ലോ, ലൈക്ക് ഓക്കെ ഇറ്റ്സ് ടു സ്മോൾ, ലൈക്ക് ചെറിയൊരു പുഷൻ ഇങ്ങനെ ഇപ്പൊ കാണിക്കാന്നൊക്കെ പറയുമ്പോൾ എസ്പെഷ്യലി ടൊസാഡൊക്കെ അങ്ങനെയായിരുന്നു, വെറുതെ ഒന്ന് തട്ടുമ്പോഴേക്ക് ഇതാ കിടക്കും. അവിടെയാണ് ആസ് യു സെഡ് വലിയ ഒരു ചാമ്പ്യൻസ് ടീം ചാമ്പ്യൻസ് ടീം അല്ല വെച്ചാലും ഒരു ബ്രസീലിയൻ ടീമിന്റെ വ്യത്യാസം വരാം. ഓക്കെ അങ്ങനെ ആയി, ഡിസിഷൻ വെന്റ് ഹിയർ ആൻഡ് ദേർ ഓർ വാട്ട് എവർ, നമ്മൾക്ക് നമ്മളുടെ കളി കളിക്കണം. അപ്പൊ അതിന്റെ ബട്ട് എനിക്കതിന് ഇവൻ ന്യൂ കാസൽ ഷുഡ് നോട്ട് ഹാവ് ഡൺ ദിസ്. ലൈക്ക് ഞാൻ പിന്നെ കണ്ടത് അവർ സബ്സ്റ്റിറ്റ്യൂട്ട് നടത്തുമ്പോൾ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്ക് ആളെ ഇറക്കിയത് ഫുൾ ഡിഫൻഡേഴ്സിനെയാണ്. ഞാൻ വെച്ചാൽ എന്തിന്, അവർക്ക് അറിയാം ആർസണൽ വിൽ അറ്റാക്ക്, ദേ വിൽ മൂവ് ഫോർവേഡ്. അപ്പോൾ ഒരു ഔട്ട്ലെറ്റിന് വേണ്ടിയിട്ട് ഈസി ആയിട്ട് കുറച്ച് ഒരു ക്രിയേറ്റീവ് പ്ലേയേഴ്സിനെ വെച്ചിട്ടും കുറച്ച് ഒരു ഫാസ്റ്റ് റണ്ണേഴ്സിനെ വെക്കുകയാണെന്ന് വെച്ചാൽ മേ ബി ഇങ്ങനെ സിറ്റുവേഷൻ ആവില്ല. ബിക്കോസ് ഞാൻ ലാസ്റ്റിലൊക്കെ കാണുമ്പോൾ ബോൾ ജസ്റ്റ് സൈക്കിൾ ഔട്ട് ആവുകയാണ്. എന്താ പറയുക, ഗോൾ കീപ്പറിന്റെ അവിടേക്ക് പോവും, അവിടെ നിന്ന് വെച്ചാൽ ന്യൂ കാസലിന്റെ അവിടേക്ക്, അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും, തിരിച്ച് അതേ സ്പീഡിൽ തിരിച്ച് അങ്ങോട്ട് അറ്റാക്കിലേക്ക് പോകും.
അപ്പൊ അവിടെ എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് ഔട്ട്ലെറ്റ് വെച്ചിരുന്നു. ഇറ്റ് ഈസ് സിമിലർ ലൈക്ക് ലാസ്റ്റ് വീക്ക് ഉണ്ടായ പോലെ തന്നെ പെപ്പ് എന്ത് ചെയ്തു, ഹാളെന്നൊക്കെ അങ്ങോട്ട് കയറ്റി. അതെ അപ്പൊ അതിന്റെ ഒരു ബാക്കിലാണ് ഈ അവർക്ക് ലൈക്ക് ആർസണലിന് ഒരു ഈക്വലൈസർ കിട്ടിയത്. ഇവിടെ അത് തന്നെ ഉണ്ടായി. ലൈക്ക് അത് കേട്ടി. അപ്പൊ എന്താ ഉണ്ടാവുന്ന വെച്ചാൽ ഈ ക്രിയേറ്റീവ് പ്ലേയേഴ്സ് ഉണ്ടല്ലോ, അപ്പൊ ഫോർ എക്സാമ്പിൾ നോട്ട് ഫുള്ളി ക്രിയേറ്റീവ്, ഡെക്ലൻ റൈസ് ക്രിയേറ്റീവ് ഒന്നല്ല, ബട്ട് സ്റ്റിൽ അവനാ ഒരു നമ്മൾ പറയില്ലേ ഒരു 10 സെക്കൻഡ് ഒരു 5 സെക്കൻഡ് കൂടുതൽ കിട്ടുകയാണ് നോക്കി പാസ് വെക്കാൻ. അതിനെക്കാളും നല്ലത് ലൈക്ക് ആ വേഗം വന്ന് അറ്റാക്ക് ചെയ്യുക ഒക്കെ ചെയ്യുക. ബട്ട് എനിക്ക് തോന്നുന്നു ഒന്നുകൂടി ന്യൂകാസിൽ കൂടി ഒന്ന് ഡിസപ്പോയിന്റ് ആവുക, എസ്പെഷ്യലി സെക്കൻഡ് ഗോളിലാണ്. ബിക്കോസ് എല്ലാവർക്കും ഇത്ര ഹൈറ്റ് ഉണ്ട് ആൻഡ് സ്റ്റിൽ ഗേബ്രിയലാണ് ഫുള്ളായിട്ട് റൈസ് ചെയ്തിട്ട് ഒരു ഗോൾ അടിച്ചത് കോർണറിൽ. അതെ അതൊക്കെ നോക്കുമ്പോൾ അവർക്ക് കുറച്ച് ഡിസപ്പോയിന്റ് ആയിരിക്കും. ബട്ട് ആസ് യു സൈഡ് പൊസിഷൻ എല്ലാ സ്റ്റാറ്റ്സിലും നോക്കുമ്പോൾ ആർസണൽ വർ ബെറ്റർ, ദേ വർ നോക്കിംഗ് ഓൺ ദ ഡോർ. ബട്ട് ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് വീക്ക് അത് ഡ്രോ ആയിട്ട് കിട്ടി, ഈ വീക്ക് അതൊരു വിന്നായിട്ട് കിട്ടി. അപ്പൊ ഇങ്ങനെ തന്നെ ലൈക്ക് യു ഹാവ് ടു ഗ്രൈൻഡ്. ബിക്കോസ് ആക്ച്വലി ഇത് മച്ച് മോർ പ്രഷർ ആയിരുന്നു. ബിക്കോസ് അവിടെ ലിവർപൂൾ തോറ്റപ്പോ ഇറ്റ് വാസ് എ വെരി ഗുഡ് ചാൻസ് ആ ഒരു ഗ്യാപ്പ് ഒന്ന് കുറയ്ക്കാൻ ഇപ്പൊ തന്നെ. അപ്പൊ അതൊരു ചാൻസ് ആയിരുന്നു. സോ ഒരു ആഡഡ് പ്രഷർ ഉണ്ടായിരുന്നു. മറ്റേ ടീമിന് ഒരു ചാൻസ് കിട്ടും, അതിൽ അവർ സ്കോർ ചെയ്യും. അപ്പൊ അങ്ങനെ ഫസ്റ്റ് ന്യൂകാസിൽ സ്കോർ ചെയ്തത്. പിന്നെ ഇവർ ഇങ്ങനെ സൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് കിട്ടില്ല. അപ്പൊ മേ ബി ഇപ്പൊ സ്ക്രിപ്റ്റ് ഒന്ന് മാറി ഉണ്ടായിരിക്കാം. ബട്ട് ദെൻ ദിസ് ഇസ് ടു ഏർലി. 6 ഗെയിമേ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ ഡൗൺ ദ ലൈൻ ലോട്ട് ഓഫ് ഗെയിംസ് ആർ ദേർ. എവിടെ എന്ത് വരും. അല്ല നോ ദേ കുഡ് ഹാവ് ലൂസ് എ പോയിന്റ് ഹിയർ. അതാണ് അവർക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇങ്ങനത്തെ കുറെ പോയിന്റ് ലൂസ് ചെയ്യുമ്പോഴാണ് ഇവൻച്വലി ആ ഒരു പ്രഷർ വരുന്നത് അവസാനം ആകുമ്പോഴേക്കും പിന്നെ അതേ പ്രശ്നമാവും. ഇപ്പൊ നേരെ സമയത്ത് ഇപ്പോ ഒരു ക്രിസ്മസ് വരെയുള്ള കളികളെല്ലാം ജയിച്ചു. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യു ഹാവ് സം കൈൻഡ് ഓഫ് ഒരു ബഫർ ഉണ്ടായിരിക്കും. buffer ഉണ്ട്. Even if you lose a 1 or 2 match, it's still okay. You are not that far behind, or you're not going to slip down to below 4th or something. അപ്പോൾ ഇത്തവണ നോക്കുമ്പോൾ ആക്ച്വലി ഞാൻ വിചാരിച്ചിരുന്നു കളിയുടെ രണ്ടാമത്തെ ഗോൾ അടിക്കുന്നവരെ ഞാൻ വിചാരിച്ചു ഈ ആഴ്ചയിൽ ആകെ സിറ്റി മാത്രമാണോ ജയിച്ചത്, ഒരു പ്രധാന ടീമായിട്ട് ബാക്കി എല്ലാവരും തോറ്റു. അഗൈൻ സിറ്റി ഈസ് ലൈക്ക് ആ ഒരു കൺസിസ്റ്റൻസി കാരണം സിറ്റി മൈറ്റ് ഗെറ്റ് ദീസ് കൈൻഡ് ഓഫ് പോയിന്റ്സ് എന്നൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുന്നു. അപ്പോഴാണ് ആർസണലിന്റെ അവസാനത്തെ ഗോൾ വരുന്നത്. അത് വളരെ എനിക്ക് സന്തോഷമായി. കാരണം ചാമ്പ്യൻ ആവണമെങ്കിൽ ഇങ്ങനെയൊക്കെ ജയിക്കണം. കുറച്ച് ഈസി അല്ല, ഇറ്റ്സ് നോട്ട് ഈസി. ഈസി ഗെയിംസ് വരും, പക്ഷെ ഇതുപോലത്തെ ഹാർഡ് ഗെയിംസ് ജയിക്കുന്നതിലും പോയിന്റ് ലൂസ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുന്നതിലാണ് ആ ഒരു ടീമിന്റെ ആ ഒരു ചാമ്പ്യൻഷിപ്പിലോട്ട് എത്താനുള്ള ആ ഒരു റൂട്ട്. അപ്പോൾ അത് ദാറ്റ്സ് എ ഗുഡ് തിങ്. അപ്പൊ എന്തായാലും കണ്ടറിയാം. എന്തായാലും നല്ലൊരു സസ്പെൻസ് ആയിട്ടുള്ള ഒരു വീക്ക് ആയിരുന്നു അല്ലേ അല്ലെ. ഒരുപാട് അപ്സെറ്റുകൾ ഉണ്ടായി. പിന്നെ ആസ് യൂഷ്വൽ ഡ്രാമ. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വന്നിട്ട് പിന്നെ നമ്മുടെ തുറുപ്പുകുലാൻ പോലെ ആസ് യൂഷ്വൽ ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് ഐ വിൽ കണ്ടിന്യൂ. ആ ഒരു കൺസിസ്റ്റൻസി, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കൺസിസ്റ്റൻസി എല്ലാം കണ്ടു. നമ്മൾ അവരുടെ കൂടുതലും എക്സ്പെക്ടേഷൻ വെക്കാൻ പാടില്ല. ബിക്കോസ് ലാസ്റ്റ് സീസൺ അവർ ഫിനിഷ് ചെയ്ത് 15th or 16th എന്താണ്. അതെ. അപ്പൊ അവരൊരു മിഡ് ടേബിൾ ടീമാണ്. നമ്മൾ പെട്ടെന്ന് അവർ കുറെ പൈസ ഇറക്കി എന്ന് വിചാരിച്ചിട്ട് അവർ പോയിട്ട് നാളെ അവർ എന്താ പറയുക അറ്റ്ലീസ്റ്റ് യൂറോപ്പ ലീഗിലേക്കും കൂടി അവർ എത്തുന്നു നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് അതിന്റെ അടിയിൽ ഈ പറഞ്ഞ പോലെ ബ്രെൻറ്റ്ഫോർഡ്, നോട്ടിംഗം ഫോറസ്റ്റ് പോലത്തെ ടീമൊക്കെ ഇരിക്കണതേ. അപ്പൊ നമ്മൾ അതൊന്നും എക്സ്പെക്ട് ചെയ്യരുത്. ഇനിയിപ്പോ അടുത്ത ആഴ്ച നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി എങ്ങനെയാണ് കാള് പുരോഗമിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതുവരേക്കും നമുക്ക് ഗുഡ് ബൈ.